വളരെ എളുപ്പത്തിൽ എന്നാൽ സ്വാദിൽ ഒട്ടും പിന്നിലല്ലാതെ രുചിയോട് കൂടിയിട്ട് ഒരു നാടൻ ഊണുണ്ടാക്കിയാലോ. ഞാൻ ഏകദേശം ഇവിടെ ഒരു 1.5 ഗ്ലാസ് നമ്മുടെ മട്ടർ റൈസാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് നമ്മുടെ ഒരു ബ്രൗൺ കളറൊക്കെ പോണ വരെ, വെള്ളം നല്ല തെളിഞ്ഞ് വരുന്നത് വരെ വാഷ് ചെയ്യുക. ഞാൻ ഏകദേശം ഒരു 5 to 6 ടൈംസ് ഒക്കെ വാഷ് ചെയ്യാറുണ്ട്. എനിക്ക് വാഷ് ചെയ്യുന്ന ഈ ഒരു പാത്രം, ഈ ഒരു പ്ലാസ്റ്റിക് പാത്രം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാനത് ഓൺലൈൻ മേടിച്ചതായിരുന്നു. അങ്ങനെ ഈ റൈസ് നമ്മൾ കുക്ക് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. ഓൾമോസ്റ്റ് ഒരു ഗ്ലാസ്സിന് ഏകദേശം 5 ഗ്ലാസ് അളവിൽ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽസ് വരെയൊക്കെ ഈ റൈസിന് വേവുണ്ട്. റൈസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എത്ര വിസിൽസ് വേണം എന്നുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നതിന് ഒരു 5 വിസിൽസാണ് ആവശ്യമുള്ളത്. ആ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കത് അടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരിക്കയും ചേമ്പും കൂടിയും വെച്ചിട്ടുള്ള ഒരു മോരുകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചേമ്പ് കുറേ ദിവസമായി ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ട് ഏകദേശം അതൊന്ന് അവിടെയും ഇവിടേക്കൊക്കെ ചെറുതായിട്ട് മറ്റിങ്ങനെ കേട് വരാനായിട്ടുണ്ട്. അതാണ് കൂടുതൽ പീസ് കളയേണ്ടി വരുന്നത്. എനിക്ക് ഒരു പകുതി വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ഒരു ചേമ്പ് ഏകദേശം ഒരു മീഡിയം സൈസിലാണ് നുറുക്കുന്നത്. വെള്ളരിക്ക നോർമൽ ചെറിയ പീസായിട്ട് തന്നെ. ചേമ്പ് കുറച്ച് നമ്മൾ ഉടയ്ക്കും കറീൻ്റെ സമയത്ത്, കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സൈസിന് മുറിക്കാൻ മതി ചേമ്പ്. കറി നമ്മൾ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിൽ തന്നെയാണ്. അപ്പോൾ അതും വേഗമായി കിട്ടിക്കോളും, അധികം താമസമൊന്നും എടുക്കില്ല വേവാനൊന്നും. അപ്പോൾ നമ്മൾ ചേമ്പും വെള്ളരിക്കയും കഴുകി വൃത്തിയാക്കി ഇട്ടുള്ള ചേമ്പും വെള്ളരിക്കയും നമ്മൾ കഷ്ണങ്ങളാക്കി നുറുക്കി കുക്കറിലിടുക. ഏകദേശം ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് അത് വേവാൻ. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മതിയാവും, കറക്റ്റായിരിക്കും. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഏകദേശം ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽസേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ നമുക്ക് ഇതും അടുപ്പത്ത് വയ്ക്കാം. അപ്പുറത്ത് നമ്മുടെ ചോറ് അടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇനി കറി വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഞാൻ ഇന്ന് വള്ളിപ്പയറാണ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പയറെന്നേ പറയാറുള്ളൂ. അത് നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് 2-3 തവണ വാഷ് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന സമയം നമുക്ക് കറിക്ക് ആവശ്യമുള്ള അരപ്പുണ്ടാക്കാം. അങ്ങനെ ഞാനൊരു അരമുറി ഫുൾ എടുത്തിട്ടില്ല. തേങ്ങ ചിരവിയത്, അതിലോട്ട് നമ്മളൊരു 3 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി ചെറിയ പീസാക്കിയിട്ട് നുറുക്കിയിടാം. കുറച്ച് നല്ല ജീരകം, പിന്നെ ഒരു 3 കറിവേപ്പില, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മഷി പോലെ നമ്മൾ അരച്ചെടുക്കുക. എന്നിട്ട് അതേ ജാറിലോട്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം കട്ട തൈര്, പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് എടുത്താൽ മതി. എൻ്റെ തൈരിന് പുളി നല്ല കുറവാണ്. കട്ട തൈരും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നമ്മൾ ഈ തേങ്ങയുടെ അരപ്പിലോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ലൊരു മണമാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ. ഈ രണ്ടും കൂടിയുള്ള മിക്സ് ഒരു വല്ലാത്തൊരു മണമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ മണം. നമുക്കത് മാറ്റി വയ്ക്കാം. കാരണം വിസിൽ പോയിട്ടില്ലേ കുക്കറിൻ്റെ. അപ്പോൾ നമുക്കത് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാമല്ലോ. ആ സമയം കൊണ്ട് നമ്മുടെ വള്ളിപ്പയർ നമുക്ക് ഒന്ന് അരിഞ്ഞ് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇതിങ്ങനെ ഒരു നമ്മുടെ നോർമൽ മെഴുക്ക് പുരട്ടീൻ്റെ ഒരു സൈസ് നമ്മൾ വള്ളിപ്പയർ ഒരു ചെറിയൊരു പറ്റ കുഞ്ഞിയല്ല, എന്നാൽ നല്ല വലുതുമല്ല എന്നുള്ള രീതിക്കാണ് അരിയണത്. ഇത് ഒരുപാട് വഴറ്റിലൊന്നും ആവശ്യമില്ലാത്തൊരു മെഴുക്ക് പുരട്ടിയാണ്. നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ കുക്കർ ഓൾമോസ്റ്റ്, നമ്മുടെ ചോറിൻ്റെ കുക്കർ ഏകദേശം ഒരു 5 വിസിലോളം അടിച്ച് കഴിഞ്ഞതാണ്. ഞാൻ ഓഫ് ചെയ്തിട്ടതാണ്. അതായിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചു. അതേ സ്റ്റൗവിലോട്ട് ഞാൻ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. നമ്മുടെ പയർ അങ്ങനെ അതിലോട്ടിട്ടു. അതിലോട്ട് 2 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു വെള്ളം വളരെ കുറച്ച്, നമുക്കത് അടി പിടിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളതിനെ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ അത് നമ്മൾ അടച്ച് വെച്ച് മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അയിലയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വാഷ് ചെയ്ത് മസാല പുരട്ടി വയ്ക്കാം.
അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അവർ നുറുക്കി തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്രഷ് മീനാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ തല ഞാൻ കളയുന്നുണ്ട്. ഞാൻ വറക്കാനാണ് എടുക്കുന്നത്, അപ്പോൾ തല ആവശ്യമില്ല, അവിടെ ഏട്ടന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി അല്ലാത്തതുകൊണ്ട് ഞാൻ തല കളയുകയാണ്. നമുക്ക് നന്നായിട്ട് ഞാൻ വിനീഗറും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഊണായതുകൊണ്ട് ഒരുപാട് മസാലയൊന്നും ഞാനതിൽ ആഡ് ചെയ്യുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫിഷ് ഫ്രൈയിൽ കായപ്പൊടി ഇടുന്നത് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് കായപ്പൊടി കുറച്ച്, പിന്നെ കുറച്ച് വിനീഗർ, എൻ്റെ അടുത്ത് നാരങ്ങനീര് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം, നമ്മുടെ ഒരു മസാലേൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതിനനുസരിച്ച് വെള്ളം തളിച്ച് കൊടുത്ത് നമ്മുടെ ഫിഷ് കുഴച്ച് വെച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. മസാലയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എനിക്ക് മോൾക്കും അധികം എരിവില്ലാത്തൊരു മസാല ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ഒരു 4 പീസ് മോൾക്കും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അവൾ നല്ല ഇഷ്ടമാണ് ഫിഷ് ഫ്രൈ ഒക്കെ. അപ്പോൾ മോൾക്കും കൂടി ഉള്ളത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മെഴുക്ക് വരട്ടി ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താണെന്നുള്ളത്. മെഴുക്ക് വരട്ടി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മളൊന്ന് തളിക്കണം. അതിൽ ആകെ നമ്മളൊരു ഫൈനൽ സ്റ്റേജ് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല രുചിയാണ്. ഇരുമ്പചീനിച്ചട്ടിയിൽ വെച്ചാൽ അതിന് സ്വാദ് ഏറുകയുള്ളൂ. ഇനി നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ചെറു തീയിൽ തുറന്ന് വെച്ച് നമ്മൾ വെച്ചാൽ മതി. എന്തെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ അതും കൂടി പോകാൻ വേണ്ടിയിട്ടാണ്. വേവൊക്കെ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇരുമ്പചീനിച്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതിലാണ്. ഞാൻ മെയിൻലി മോൾക്ക് ഇഷ്ടമുള്ള മെഴുക്ക് വരട്ടികൾ പൊതുവേ ഇരുമ്പചീനിച്ചട്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. കുറച്ചും കൂടി ഹെൽത്തിയാണ്, ടേസ്റ്റും കൂടും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് 2 സ്റ്റവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് ചേമ്പ് നമുക്ക് ഉടച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. മെഴുക്ക് വരട്ടി ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് ചെറു തീയിൽ 5 മിനിറ്റ് ഞാൻ തുറന്ന് വയ്ക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ചേമ്പ് ഞാനിങ്ങനെ ഉടയ്ക്കുന്നുണ്ട്. ഒരു 3-4 ഉടച്ചാൽ മതി, അല്ലാതെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഞാൻ മെഴുക്ക് വരട്ടി അടി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് ഒരുപാടിരുന്ന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ ഒന്ന് വാമായാൽ മാത്രം മതി. നമുക്ക് മിക്സ് ചെയ്ത് ഓൾമോസ്റ്റ് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. എല്ലാം ഉണ്ട്, എല്ലാം കറക്റ്റാണ് കറിയിൽ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ വെള്ളം ഇപ്പം നോക്കണ്ട, കുറച്ചും കൂടി ഇരിക്കും തോറും അതൊന്നും കൂടി അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവും. ഇനി നമുക്കതിൽ വറവിടാം. പാനിലോട്ട് നമ്മൾ കടുക്, കറിവേപ്പില, വറ്റൽമുളകാണ് വറവിടാൻ ഉപയോഗിക്കുന്നത്. കടുക് പൊട്ടുമ്പോൾ ഞാനൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. എനിക്ക് ചുറ്റോറും അങ്ങനെ എണ്ണ തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വറവിട്ടിട്ട് നമുക്ക് കറി നമുക്ക് ഓൾമോസ്റ്റ് ആയി. കറിവേപ്പിലിട്ടു, വറ്റൽമുളകിട്ടു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് കുക്കറിലോട്ടിടാം. ഈ പാനിൽ തന്നെയാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വറവിടൽ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ലാസ്റ്റിലോട്ട് മാറ്റാനുള്ള റീസൺ അതാണ്. ഒരേ പാനിന് മതിയല്ലോ. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. വറവൊക്കെ ഇടുമ്പോൾ മോര് കറിയിൽ നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല കറിയാണ്, നല്ല രുചിയുണ്ട്. അപ്പോൾ ഇനി പാനിലോട്ട് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യണത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് മോൾക്കുള്ള ഒരു 4 പീസ്, എനിക്ക് ഏട്ടനുള്ളൊരു 4 പീസാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ വല്ലതും എടുത്ത് വറക്കാം. അപ്പോൾ ഈ ഫിഷ് ഇങ്ങനെ ഒരു സൈഡ് മെരിയുന്ന സമയത്ത് എനിക്ക് കുറച്ച് പാത്രങ്ങൾ കുറച്ചും കൂടി കഴുകാറുണ്ട്. അപ്പോൾ പണി എളുപ്പമാവുമല്ലോ. ഞാൻ അതും കൂടി ഒന്ന് കഴുകി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ജോലി എന്ന് പറയുന്നത് ആകെയുള്ളത് ചോറ് വറക്കാൻ മാത്രമാണ്. ഇടയ്ക്ക് ഞാൻ മീൻ നോക്കുന്നതിന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗവും ഓൾമോസ്റ്റ് ആയി. ഇനി നമുക്ക് മീനായി. ചോറ് വറക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വറക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. അതിലോട്ട് ഞാൻ നല്ല തണുത്ത വെള്ളം ഒഴിക്കാറുണ്ട്. കുക്കറിൻ്റെ പശമയൊക്കെ പോകാൻ വേണ്ടിയിട്ട്.
ഈ ഒരു ലഞ്ച് ഉണ്ടാക്കാൻ എനിക്കെടുത്ത സമയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 35 മിനിറ്റ്സ് ആണ്. അപ്പോൾ ആകെ ഒരു ജോലി നമുക്കുള്ള തേങ്ങ നമ്മളൊന്ന് ചിരവി വെക്കണം ആദ്യം. അപ്പോൾ നമ്മളൊരു ഓഫീസിൽ പോവുകയാണെങ്കിൽ പോലും നമുക്ക് രാവിലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീലാണിത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ഫ്രണ്ട് കുറച്ച് പച്ചമാങ്ങ തന്നുകൊണ്ട് ഇതിനൊരു ഇരട്ടി മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമാങ്ങയുടെ അച്ചാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ സപ്പോർട്ട്. താങ്ക് യു.